ഹായ്. സോ +2 കൊമേഴ്സ് മാത്സിലെ സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. 5-ാം തീയതി വൈകിട്ട് നമ്മളൊരു ലൈവ് പോവാണ് മക്കളെ. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോട്ടാ. സോ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൊളി അങ്ങോട്ട് പൊളിക്കണ്ടേ? അതിന് മുന്നോടിയായിട്ട് ഒരു ട്രയൽ അടിച്ചാലോ? സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? If A equal to matrix 1, 2, 3, 4, then show that A into adjoint A that is equal to determinant A into I. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുക? ഇത്രയേ ഉള്ളൂ. ഈ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. സോ ഇവിടെ 4 ആയിട്ടുണ്ട്, ഇവിടെ 1 ആയിട്ടുണ്ട്. ഇതിന്റെ സിമ്പൽ അങ്ങോട്ട് മാറ്റുക. ഈ ക്രോസിൽ കിടക്കുന്ന ഈ എലമെന്റ്സിന്റെ സിമ്പൽ മാറ്റുക അല്ലെ. സൈൻ മാറ്റുമ്പോൾ എന്ത് വരും? ഇവിടെ -2 വരുന്നുണ്ട്, ഇവിടെ -3 വരുന്നുണ്ട്. സോ എ കിട്ടിയല്ലോ, അഡ്ജോയിന്റ് എ കിട്ടിയല്ലോ. ഇനി എന്ത് വേണം നമുക്ക്? ഡിറ്റർമിനന്റ് എ വേണം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ആദ്യം എയിലെ സംഭവങ്ങളൊക്കെ എഴുതുന്നുണ്ട്. 1, 2, 3, 4 ആണല്ലോ മെമ്പേഴ്സ് വരുന്നത്. ഇവരെ അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 into 4 that is 4 minus 2 into 3 that is 6. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടിയടാ? -2 എന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ പറയുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം മക്കളെ. എ എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4 ഫെമിലിയർ ആയിട്ടുള്ള നമ്പേഴ്സാണ്. അഡ്ജോയിന്റ് എ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന്? 4 - 2 - 3 1. ഓക്കെ, സോ എ ഇൻറ്റു അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിനെ 1 into 4 that is 4 കിട്ടിയിട്ടുണ്ട്. പ്ലസ് 2 into -3. ഓക്കെ, 2 into -3 എന്ന് പറയുമ്പോൾ -6 വന്നിട്ടുണ്ട്. ദെൻ 1 into -2 that is -2 എന്ന് വന്നിട്ടുണ്ട്. പ്ലസ് 2 into 1 that is 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 3 into 4 that is 12 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ 4 into -3 that is equal to -12 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ 3 into -2 that is -6 എന്ന് കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം പ്ലസ് 4 into 1 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തടാ? റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യല്ലേ നമ്മൾ ചെയ്യാറ്. സാധാരണ എങ്ങനെയാണോ ഈ പറയുന്ന ഇത് സോൾവ് ചെയ്യാറ്? മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് വരുന്നതെന്ന് നോക്കാം. 4 - 6 എന്ന് പറയുമ്പോൾ -2 ആണ്. -2 + 2 എന്താ? 0 ആണ്. 12 - 12 that is 0 ആണ്. അഗെയിൻ ഇവിടെ -2 വന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, സോ ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ RHS ആണ് നോക്കേണ്ടത്. ഇതെന്താ? നമ്മുടെ LHS ആണ് അല്ലേ മക്കളെ. ഇനി RHS എന്തായിരിക്കും വരുന്നത്? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. ഓക്കെ, ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. ഐ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് ഇപ്പറഞ്ഞതിൽ നമ്മൾ എന്തെടുക്കണം? 2/2 ആയിട്ട് എടുക്കണം. കാരണം ക്വസ്റ്റ്യനിൽ 2/2 അല്ലേ. സോ ഡിറ്റർമിനന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന്? -2 ആണെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ -2 ഇൻറ്റു 1 0 0 1 ഇങ്ങനെയാണ് മക്കളെ വരുന്നത്. സോ ഈ -2നെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ -2 into 1 that is -2, then 0, then ഇവിടെ എന്ത് വരും? 0 വരുന്നുണ്ട്. ഫൈനലി -2 വരുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ RHS വരുന്നത്. ഇനി എൻ്റെ മക്കളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. LHSഉം RHSഉം സെയിം അല്ലേ? സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് നമ്മുടെ മെട്രിക്സിൽ നിന്ന്. അതും കൂടെ നമുക്ക് സോൾവ് ചെയ്താലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇഫ് മെട്രിക്സ് ABCD പ്ലസ് മെട്രിക്സ് A00D ദാറ്റ് ഈസ് ഈക്വൽ ടു 4 3 2 6 അങ്ങനെയാണെങ്കിൽ ABCD കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാടാ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ആഡ് ചെയ്യണം അല്ലേ. സോ എന്ത് ചെയ്യാം? A + A ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2A ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം അല്ലേ. 2Aയുടെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ Aയുടെ വാല്യൂ എന്തായിരിക്കും? A ഈക്വൽ ടു 4/2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ബിയുടെ വാല്യൂ സോൾവ് ചെയ്യാലോ. B + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാടാ നമുക്ക്? 3 എന്ന് എഴുതാം അല്ലേ. ഇതിൻ്റെ ഇക്വാളിറ്റിയുടെ പുറത്ത് കറസ്പോണ്ടിങ് എലമെന്റ് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയാം. സോ B + 0 3 ആണെങ്കിൽ B എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? B എന്ന് പറയുന്നതിൻ്റെ വാല്യൂം 3 ആയിരിക്കില്ലേ? സിമിലർ പാറ്റേണിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. C + 0 ഈക്വൽ ടു 2 എന്ന് പറയുന്നുണ്ട്. സോ C ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ മക്കളെ ഡിയും പിടിച്ചോ അല്ലേ. D + D ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 6 ആണ് കിടക്കുന്നത്.
2d is equal to 6 ആണ്. സോ d is equal to 6/2 that is equal to 3 ആണ് കിടക്കുന്നത്. സോ ABCD ഇതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എല്ലാം നമുക്ക് കിട്ടിയില്ലേ. സോ മെട്രിക്സും ഡിറ്റർമിനന്റും സെറ്റ് ആണെങ്കിൽ ബാക്കിയുള്ള പാഠങ്ങളും സെറ്റാ. സോ എല്ലാവരും 5-ാം തീയതി വൈകിട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേടാ, നിങ്ങളുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും കൂട്ടിക്കോ. സോ 5-ാം തീയതി വൈകിട്ട് നമ്മുടെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നമുക്ക് കാണാം. സോ ഓക്കേടാ, ബൈ.